ഉസ്മാനിക്ക ആദ്യമായിട്ട് ഞാൻ കാണുന്നത് 2017 ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് തിരുവല്ലയിൽ വെച്ച് നടക്കുമ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച ഒരാൾ റെസ്പെക്റ്റബിൾ ലുക്കിംഗ് ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് സാർ അത് നല്ലതാണ്, പക്ഷേ അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിനകത്ത് ഒരു ഡിഷ് എന്താ ഞാൻ ഓർക്കുന്നില്ല, ഡിഷ് വന്ന് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം ഇറിറ്റേറ്റഡായി, ഇതാരാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാനെന്നുള്ളത് ഇറിറ്റേറ്റഡായി. പക്ഷെ പുള്ളി തന്ന ഡിഷ് കഴിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി പുള്ളി പറഞ്ഞ കാര്യം ശരിയാണല്ലോ. അതിനുശേഷം ഞാൻ നോക്കിയപ്പം ഓൾമോസ്റ്റ് അവിടെ ഉള്ള ഒരുമാതിരി എല്ലാ ആളുകളോടും ഇത് തന്നെയാണ്. ആ ഓരോ ഗസ്റ്റിൻ്റെ അടുത്തും ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് കഴിക്കുമോ, ഇനി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര കഴിച്ചാൽ മതിയോ, കൂടുതൽ കഴിക്കുമോ, അവരെ എൻകറേജ് ചെയ്യുന്നു. അപ്പം ഞാൻ ഇത് കൊള്ളാമല്ലോ. പക്ഷേ മാത്രമല്ല, അപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത് അന്നത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയായിരുന്നു. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതാണ് ഉസ്മാനിക്ക, അദ്ദേഹത്തെ ഇതാണ് ഈ കേറ്ററിങ്ങിൻ്റെ ഒരു അത് ജസ്റ്റ് അപ്കമിങ്, അതായത് നന്നായിട്ട് പൊങ്ങി വരുന്ന ഒരാളെന്ന് പറഞ്ഞു. അതിനുശേഷം നാച്ചുറലി ഞങ്ങൾ 2 സ്റ്റേറ്റ് കോൺഫറൻസ് ഞങ്ങൾ കോട്ടയത്ത് നടത്തി, 2നും ഉസ്മാനിക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ റെഫറൻസ് കൊണ്ട് തന്നെ ഞങ്ങളുടെ പഴയ കൊളീഗ്സിനും വന്നു. പിന്നെ ഇപ്പം ഇത് നോക്കുമ്പം ഉസ്മാനിക്കയ്ക്ക് ഇപ്പം ഞങ്ങളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നാഷണൽ കോൺഫറൻസ് വരെ ഉസ്മാനിക്കാണ് നടത്തുന്നത്. അപ്പം മോളുടെ കല്യാണം വന്നപ്പം എനിക്ക് കേറ്ററിംഗ് എന്നുള്ളതിന് എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ലായിരുന്നു. ഉസ്മാനിക്കയ്ക്ക് അന്ന് ഫ്രീ ആണോയെന്ന് മാത്രമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് വേറെ സെക്കൻഡ് ചോയ്സ് ഇല്ലായിരുന്നു. പിന്നെ പലരും എന്നോട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം കൊള്ളാമോ, ഇത് ഈ രുചി കേറ്ററിംഗ് ആണോ, അത് ഏതാണ്, നല്ലതാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ ഇത്ര കോൺഫിഡൻ്റായിട്ട് പറഞ്ഞ വേറെ ഒരു കാര്യവും ഈ കല്യാണത്തിൻ്റെ ഇതിൻ്റെ പ്രിപ്പറേഷനില്ല. ഫുഡിനെ പറ്റി നിങ്ങൾ ഇൻഫാക്റ്റ് എൻ്റെ വൈഫ് ഒരിക്കലും പുള്ളിയെ നേരത്തെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഡിസ്കഷന് വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആദ്യം തന്നെ ഉസ്മാനിക്ക പുള്ളിക്കാരിയുടെ പറഞ്ഞൊരു വാചകമുണ്ട്, മാഡം ഫുഡിൻ്റെ കാര്യത്തിൽ മാഡം ഒന്നും ആലോചിക്കേണ്ട, ഇവിടെ വരുന്ന എല്ലാവരും 200% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നത്തെ ഇവൻറ്റിനകത്ത് എല്ലാവരും അതായത് നന്നായിട്ട്, ഞങ്ങൾക്ക് കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ ഗസ്റ്റുകളുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരും ഫുഡിനെ പറ്റി വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കുന്ന ആളുകളുമായിരുന്നു. എല്ലാവരും ആബ്സല്യൂട്ട്ലി ഹാപ്പി ആയിട്ടാണ് പോയത്. എങ്ങനെയാണ് ഇത്രയും നല്ല സ്പ്രെഡ്, ഇത്രയും വെറൈറ്റി സ്പ്രെഡ്, ഇത്രയും ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടിയെങ്കിലും ശരിക്കും ആ ക്രെഡിറ്റ് എല്ലാം ഉസ്മാനിക്കയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉസ്മാനിക്ക എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിനകത്ത് നന്ദിയും ആ ഒരു സന്തോഷവും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. താങ്ക് യു സോ മച്ച്.